ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ കിഴക്കഞ്ചേരിക്കാവ് ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഈ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ജംഗ്ഷനാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ടോട്ടൽ 4.20 സെൻറ്റ് സ്ഥലത്ത് 4.20 സെൻറ്റ് സ്ഥലത്തിൽ 1550 സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത്. 4 ബെഡ്റൂമാണുള്ളത്, 4 അറ്റാച്ച്ഡാണ്. ഓപ്പൺ വെല്ലുണ്ട്, കണ്ടില്ലേ ഫ്രണ്ടിൽ. കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത്. നല്ലൊരു ഓപ്പൺ കിണർ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. ഹൈവേയിൽ നിന്ന് നമുക്ക് വെറും 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഇങ്ങോട്ടേക്ക്. 4.20 സെൻറ്റ് സ്ഥലം. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 55 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. ചുറ്റുവട്ടം സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസാണ്, 2 സൈഡും ഉള്ളൂ. അതുപോലെ ബാക്കിലും ഫ്രണ്ടിലാണ് കുറച്ച് നല്ലൊരു സ്പേസ് ഉള്ളത്. ഒരു ഇനോവ കാർ വരെ പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ വിട്ടിട്ടുണ്ട്. ചുറ്റുവട്ടം ഇത്രയും സ്പേസ് ഉണ്ട്. ഇവിടെ ലാസ്റ്റ് ഒരു അലക്കല്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്തത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ അടുത്തൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അലക്കല്ല് കണ്ടില്ലേ. ചുറ്റും ഒരുപാട് പ്ലോട്ടുണ്ട്. എല്ലാ പ്ലോട്ടിലും ഏകദേശം കിണറൊക്കെ കുഴിച്ച് അടുത്ത വീട് പണിക്കുള്ള റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള പ്ലോട്ടിലും അവർ കിണർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വലിയൊരു വണ്ടി വരെ പാർക്ക് ചെയ്ത് നിർത്താനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ബൈക്കുകളൊക്കെ അപ്പുറത്ത് നിർത്താനുള്ള സ്പേസും നമുക്കുണ്ട് കേട്ടോ. നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ. ഫ്രണ്ടിൽ നല്ല തേക്ക് കൊണ്ടുള്ള ജനലും ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസാണ് നമുക്ക് കയറി വഴിക്ക് കിട്ടുന്നത് കേട്ടോ. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് 2 ബെഡ്റൂമിലേക്കുള്ള ആക്സസ് കിട്ടുന്നുണ്ട്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിലിനി കബോർഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പ്രൈസിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് തരും കേട്ടോ. കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ അല്ല. ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂം ഉള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്കിന് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് വിത്തിൻ മന്തിനുള്ളിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ കീ ഹാൻഡ് ഓവർ ചെയ്യാം അവർ. ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം ആ ബെഡ്റൂമിനെ കാട്ടി കുറച്ച് ചെറുതാണ് കേട്ടോ. അത്ര വലുപ്പമില്ല, ചെറിയൊരു ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡാണ്. അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനും കാര്യം കൊടുത്ത് ഏകദേശം എല്ലാ വാഷ്റൂംസും എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും യൂറോപ്യൻ ടൈപ്പുള്ള ക്ലോസറ്റ്സും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ കബോർഡൊക്കെ ഫുൾ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് തരിക കേട്ടോ. ഇതിലിഞ്ഞ് ചെറിയ കുറച്ച് വർക്കുകൾ മാത്രമേ ഇനിയുള്ളൂ. പോയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈൽസിൻ്റെ പോയിൻറ്റിങ് കാര്യങ്ങൾ, ക്ലീനിങ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെയൊക്കെ കബോർഡിലും കാര്യങ്ങളിലും ഡോർ വെക്കാണ്ട്. ഇവിടെ കിച്ചണിൻ്റെയും സ്ലാബിൽ അതുപോലെ ഇവിടെ നമുക്ക് കബോർഡ് വർക്കുകൾ കാര്യങ്ങൾ, ഡോറൊക്കെ കാര്യങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസാണ് ഈ ഭാഗത്തുള്ളത്. ഞാനിപ്പോൾ ഒരു നോർമൽ വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ചെറിയ ഏരിയയിൽ 4.20 സെൻറ്റ് സ്ഥലത്തിനകത്ത് അക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു ഹാള്, അതുപോലെ തന്നെ ഡൈനിങ് ഹാള്, 2 ബെഡ്റൂം ഒക്കെ താഴത്തെ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്, കിച്ചൺ അടക്കം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നല്ല മനോഹരമായിട്ട് തേക്ക് വുഡ് കൊണ്ടിട്ടുള്ള ഹാൻഡ് റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ. കയറി വഴിക്ക് നമുക്ക് മേലെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസുള്ളൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. നമുക്ക് 2 വീടായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ബാക്കിൽ ഫ്രണ്ടിൽ നിന്നൊരു ഇതൊക്കെ കൊടുത്തതിന് വെച്ചാൽ സ്റ്റെയർ കേസൊക്കെ കൊടുത്തതിന് വെച്ചാൽ 2 വീടായിട്ടും 2 ബെഡ്റൂമിൻ്റെ 2 BHK 2 വീടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതും അറ്റാച്ച്ഡാണ്. താഴെ കണ്ട അതേ സൈസിലാണ് മേലെ 2 ബെഡ്റൂം ഉള്ളത്. അത്യാവശ്യം സ്പേസ് അത്ര തന്നെ. ഒരുപാട് വലിയ ബെഡ്റൂം എന്ന് പറയാനില്ല, എന്നാലോ ഒരു ഫാമിലിക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. അങ്ങനെ ടോട്ടൽ 4 ബെഡ്റൂമുള്ളത്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡുമാണ്. വീട് കിഴക്ക് ഫേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടി നോക്കുമ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 9 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുപോലെ നമുക്കിപ്പോൾ ഹൈവേൻ്റെ അവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റ് ആയാലും ഹോസ്പിറ്റലുകളായാലും ചെറിയ എല്ലാ ഐറ്റംസും നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നത്. 100 മീറ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സെൻറ്റർ തന്നെയാണ് കിഴക്കഞ്ചേരിക്കാവ് വരുന്നത്. വേണ്ടല്ലേ, നല്ല ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണിപ്പോൾ ടോട്ടൽ പ്രോപ്പർട്ടി. ഇത് നമ്മൾ ഗുരുവായൂർ റോഡാണ് പറഞ്ഞത്. അപ്പോൾ ഗുരുവായൂർ റോഡിൽ നമുക്ക് ഇവിടേക്ക് നോക്കുമ്പോൾ ഏകദേശം
ഗുരുവായൂരിൽ നിന്ന് 80 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. മണ്ണാർക്കാട് നോക്കുകയാണെങ്കിൽ 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഒറ്റപ്പാലത്ത് നോക്കുകയാണെങ്കിൽ 25 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഞാൻ ഫസ്റ്റേ പറഞ്ഞു, ഇതിന് ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 55 ലക്ഷം രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. ഇപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.